ഹോസ്പിറ്റൽ സെക്ടേഴ്സിൽ ഞാൻ അറിഞ്ഞിടത്തോളം വേണ്ടത്ര എക്യുപ്മെന്റ്സ് പോലും ഇല്ല. എന്നിട്ട് എവിടെയാണ് ഈ കോടികൾ മുടക്കിയെന്ന് പറയുന്നത് വികസനത്തിന്? ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള കേട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത്ര വലിയ ബഡ്ജറ്റൊന്നും വേണ്ട. എല്ലാ സെക്ടേഴ്സിലും പ്രശ്നമാണെന്ന് മനസ്സിലായി. ഒരു സെക്ടർ അല്ല, എംപ്ലോയ്മെന്റ് സെക്ടറോ ഹെൽത്ത് സെക്ടറോ അങ്ങനെ ഒന്നും തന്നെയല്ല. പരിചിതമായ ഹോസ്പിറ്റൽ സെക്ടേഴ്സിൽ ഞാൻ അറിഞ്ഞിടത്തോളം വേണ്ടത്ര എക്യുപ്മെന്റ്സ് പോലും ഇല്ല. ഒരാൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വളരെ ലാഘവത്തോടുകൂടി തിരിച്ചു പറഞ്ഞു വിടുക എന്നല്ലാതെ ബേസിക്സിൻ്റെ ആയിട്ടുള്ളൊരു ചികിത്സ കൊടുക്കുന്ന പോലും ഉള്ള കാര്യങ്ങളില്ല. എന്നിട്ട് എവിടെയാണ് ഈ കോടികൾ മുടക്കിയെന്ന് പറയുന്നത് വികസനത്തിന്? അല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്? എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഇപ്പോഴേ സംസാരിക്കുന്നുണ്ടോ നാളെ ചെയ്യണം എന്നുള്ളത്? ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നൊരു പദ്ധതി കിഴക്കമ്പലം മോഡൽ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. 2020 എങ്ങനെ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എങ്ങനെ ഇവിടെ കൊണ്ടുവരാം, അതിൻ്റെ പ്ലാനുകളെല്ലാം നീക്കി കഴിഞ്ഞു. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്നതും ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. കാരണം നിഷ്പ്രയാസം നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരെ 50% വിലക്കുറവിൽ കിട്ടുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എത്ര വലിയൊരു ബഡ്ജറ്റുള്ളൊരു കാര്യമാണെങ്കിലും ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള കേട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത്ര വലിയ ബഡ്ജറ്റൊന്നും വേണ്ട. ചെയ്യാൻ മനസ്സ് മതി. പക്ഷെ എത്രത്തോളം വലിയ ബഡ്ജറ്റാണല്ലോ, അത് 10,000 കോടിയാണെങ്കിൽ പോലും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ജനങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത്. ഞാനൊരിക്കലും എന്നെ ജയിപ്പിക്കുക, അഞ്ജലി ജയിക്കുക, അഞ്ജലി നായരെ ജയിപ്പിക്കുക എന്നല്ല ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയെ ജയിക്കുക. ആ പാർട്ടിയിൽ നിന്നും കിട്ടുന്ന ഫണ്ട്, ആ പാർട്ടിയിൽ നിന്നും കിട്ടുന്ന ബാക്കപ്പ്, ആ പാർട്ടി കാരണം നാടിനുണ്ടാവാൻ പോകുന്ന മാറ്റം, കണ്ണട ചിരുട്ടാക്കുന്നവരോട് പോലും ആ വെളിച്ചത്തിലേക്ക് നോക്കാനാണ് ഞാൻ പറയുന്നത്.